കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധനയ്ക്ക് യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും
മിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചമ്പക്കുളത്തു നിന്നൊരു സഹോദരി ഒരു റോസ് ബെന്നി എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ കൃപാസനം നമ്മൾ ഒരുമിച്ച് വളരുകയാണ്. അപ്പോൾ നമ്മൾ സാക്ഷ്യത്തിലാണ് വളരുന്നത്. എനിക്ക് ഭയങ്കര സീരിയസ് ആണ് ഈ സാക്ഷ്യങ്ങൾ. അവരുടെ കാര്യം നമുക്ക് സാക്ഷ്യങ്ങൾ എന്താ പറയുക, മനുഷ്യന്മാർ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് ക്രിസ്തു എല്ലാമാണെന്നുള്ളതാണ്. കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല. അതാണ് സ്റ്റാറ്റസിനെ ഇവർ നള്ളിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റാറ്റസിലുള്ള ആൾക്കാരല്ലേ. നമ്മൾ സമുദായത്തിലൊക്കെ ജീവിക്കുമ്പോൾ ബൈബിൾ എങ്ങനെയൊക്കെ വളർന്നാലും ഈ സ്വീകരിക്കേണ്ടത് മനുഷ്യനായത് കാരണം ബൈബിളിന് എൻ്റെ ചിറക് അരിഞ്ഞാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് രോഗിനെയും കൊണ്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ തന്നെ രോഗിയായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ആംബുലൻസ് പറപ്പിച്ച് വിടുകയാണ്. അപ്പോൾ അവിടെ നമ്മൾക്കൊരു ധാരണ ഉണ്ട്, എന്താ നമ്മുടെ മരുമകനാണ് അവിടെ സർജൻ. എന്നാൽ പിന്നെ ഈ ആംബുലൻസിൽ കിടക്കുന്ന രോഗിക്ക് പകുതി ദൈവം മരുമകനായിരിക്കും. പിടിയിട്ടില്ലേ? ഈ അറ്റാക്ക് അടിച്ചുകൊണ്ട് ആംബുലൻസിൽ കയറി പോയി പോണ പാർട്ടി അവിടെ സർജൻ മരുമകനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് കുറഞ്ഞുള്ള ആദ്യമേ ഉള്ളൂ. മരുമകൻ ആണല്ലോ അവിടെ. ഇനിയിപ്പോൾ ചെന്ന് പെട്ടാൽ മതിയല്ല അവിടെ. അപ്പം പിന്നെ പ്രാർത്ഥിക്കുന്ന റോഡിൻ്റെ ഗട്ടർ കുറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കത്തുള്ളൂ. ഓപ്പറേഷൻകാരൻ മരുമകനല്ല. ഇതെന്താ, നമ്മുടെ മെരിറ്റുകൾ നമ്മളുടെ പ്രാർത്ഥനയെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെരിറ്റുമില്ലാത്ത ആൾക്കാരായിട്ട് ദൈവതിരുസന്നിധിയിൽ നിൽക്കണം. റോസ് ബെന്നി നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരിയാണ്, ചമ്പക്കുളത്തുകാരിയാണ്. ആ സാക്ഷ്യങ്ങളപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ അവലംബങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഭയങ്കര രസമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് ഒരു പാടശേഖരമാണ്. 9 ഏക്കറുള്ള ഒരു പാടശേഖരമാണ്. ഈ പാടത്തുനിന്ന് നെല്ല് കൊയ്തെടുത്തിട്ട് വേണം ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, അതുങ്ങളെ പഠിപ്പിക്കാനും പിന്നെ പാട്ടുള്ള ഹൗസ് മെയിൻ്റെനൻസ് എല്ലാം നടത്തേണ്ട ഇതിലേതാണ്. ബെന്നിയും ഇവരും 2 പേരും കർഷകരാണ്. അപ്പോൾ ഇവരുടെ പരിപാടി ഈ നെല്ലിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ അതിലെ കുട്ടനാടൻ പാടശേഖരങ്ങളെ എപ്പോഴും നമുക്ക് ഭീഷണിയാകുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, അപ്പം തന്നെ മലവെള്ളം പാഞ്ഞുകൊണ്ട് വരും. ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, ഒരു 5-6 ദിവസം നിന്ന് പെയ്താൽ അപ്പം തന്നെ പമ്പ എന്ന് പറയുന്ന ഭയങ്കര ഒരു ഭീകര ജീവിയാണ് സംഭവം. അത് മുഴുവനും വന്ന് ആ കുട്ടനാട് മുഴുവൻ മുക്കിക്കളയും. കടലിൽ ദിവസങ്ങളിൽ വെള്ളം എടുക്കത്തില്ല. അതിങ്ങനെ ടൈഡ് നോക്കിയിട്ടാണല്ലോ വെള്ളം എടുക്കുന്നത്. ഇപ്പോൾ വെള്ളം എടുക്കാത്ത ദിവസമാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ പാടശേഖരത്തൊക്കെ കയറും. ആപ്പടെ ഇപ്പോൾ ഒരു വലിയ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എങ്കിലും ഇതിൻ്റെ വിശ്വാസഭീരന്മാരുണ്ട്. അവർക്കൊരു കഷ്ടപ്പാടും ഉണ്ടാകത്തില്ല ഒരിക്കലും. പ്രാർത്ഥിക്കുന്ന കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വിശ്വാസഭീരന്മാർക്കൊരു പ്രശ്നമില്ലേ. അവർക്ക് ഉള്ള കഷ്ടപ്പാടെന്ന് പറയുന്നത് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും ദൈവം. ഇവർ ടെൻഷനെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ടെൻഷനെ അതിജീവിക്കും. നമ്മൾക്ക് ഈ പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത്. പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് ശരിക്കും അവരത് പ്രയോജനപ്പെടുത്തും. ഇപ്പം ഈ റോസ് ബെന്നിയുടെ വിഷയം എന്ന് പറയണത്, ഇവർ നെല്ലെല്ലാം കുലച്ച് പാകമായി കൊയ്ത്തുകാലമായപ്പോൾ പെട്ടെന്ന് ന്യൂനമർദ്ദം വന്നു. അപ്പം ഞാറിങ്ങനെ വീണുപോയി വെള്ളത്തിലേക്ക്. ഇപ്പം ന്യൂനമർദ്ദം കയറി കാറ്റടിച്ച് മഴയത്ത് ഈ 9 ഏക്കർ ഇങ്ങനെ അടിച്ചെല്ലി പോയപ്പോൾ അപ്പോഴും ബെന്നി റോസിനോട് ചോദിക്കുന്നു, നമ്മളെന്ത് ചെയ്യും, നമ്മൾ തീർന്നല്ല എന്ന് പറയും.
കാര്യം കടമൊക്കെ മേടിച്ചൊക്കെ ഇതൊക്കെ ചെയ്യണത്, ഇതിൻ്റെ വളമൊക്കെ വാങ്ങിക്കുന്നത് കുറേയൊക്കെ ഗവൺമെൻറ് കൊടുക്കുമായിരിക്കും, ബാക്കിയെല്ലാം നമ്മൾ തന്നെ കൂടി ചെയ്യണം. എൻ്റെ വണ്ടി ഇറക്കണത്, ഉഴുതുമറിക്കണത് എല്ലാം കുറേ കടമുണ്ട്. ഇപ്പം കടവും പരിഹരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയൊക്കെ കൊയ്ത് ഈ ന്യൂനമർദ്ദത്തിന് മുമ്പ് അപ്പോഴും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കൊയ്ത് കൊണ്ട് ഗവൺമെൻറ് അല്ല ഇപ്പോൾ കൊയ്യണത്. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ ഇത് മൊത്തമായിട്ട് എടുത്തിട്ട് അവർ അവിടെ വെച്ച് തന്നെ ഇത് ഉണക്കി അവിടെ വെച്ച് തന്നെ അരിയാക്കി കൊണ്ടുപോകുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പം ഗവൺമെൻറ് അരി എടുത്തിട്ട് ഇവർക്ക് വേണ്ട ഫണ്ട് അവരുടെ പാസ്ബുക്കിൽ കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്ന 100-ന് 108 കിലോനാണ് എടുക്കുന്നത്. അതിപ്പോൾ മുതലാകത്തില്ല. മനുഷ്യന്മാർക്ക് ഓരോ വിഷയമാണ്. പ്രാർത്ഥനയ്ക്ക് ഓരോ സബ്ജക്റ്റ് തന്നെ ഓരോ കണ്ടില്ലേ. 100 കിലോ എടുക്കുന്ന സ്ഥലത്ത് 108 കിലോ മേടിക്കും. പണ്ട് പേട് വാശി എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. 100-108 ഉണ്ടായിരുന്നു. പേട് വാശി എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ മടപ്പുറം തേങ്ങ കൊടുക്കത്തില്ലേ, ഇപ്പോൾ കൊടുക്കുമ്പോൾ 100 തേങ്ങ കൊടുത്താൽ അവർ തേങ്ങക്കാർ 108 എടുക്കും. ഇതിൻ്റെ എല്ലാം പേട് പൊതിച്ച് കഴിയുമ്പോൾ പേടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കണതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര നഷ്ടമാണ്. ഓരോ 100 തേങ്ങയ്ക്ക് 8 തേങ്ങ നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഈ നെല്ലിനും. ഗവൺമെൻറ് നെല്ലെടുക്കുമ്പോഴും ഇടനിലക്കാരെക്കൊണ്ടാണല്ലോ എടുപ്പിക്കുന്നത്. യവന്മാർ അവിടെ ലാഭത്തിൽ നിന്ന് ഒപ്പിക്കാൻ വേണ്ടി 100-ന് 108 കിലോ അളക്കാൻ പറയും. റോസ്ബേരിയുടെ പ്രശ്നം ഈ 100-ന് 8 വെച്ചാണ് ഇത് അളക്കണമെന്നുണ്ടെങ്കിൽ 100 കണക്കിന് കിലോ കിൻഡൽ നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടണം കിട്ടാത്ത കണക്കായിരിക്കും. അപ്പോൾ അവളിപ്പം മാതാവിനോട് പറയും, മാതാവേ 100-ന് 108 വെച്ചാൽ നമുക്ക് നിൽക്കാപ്പള്ളിക്കളിയില്ല. ഇപ്പം ഈ കാലങ്ങളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്ന ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഉടമ്പടി പ്രയോജനപ്പെടുത്തും. ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈലാറ്ററൽ എഗ്രിമെൻ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയകക്ഷി കരാറ്. ഉഭയകക്ഷി എന്ന് വെച്ചാൽ 2 കക്ഷികൾ തമ്മിൽ. അപ്പോൾ ഉടമ്പടി നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു വ്യക്തിയായിട്ട് നമ്മളൊരു വ്യക്തിയായിട്ട് ഈക്വലായിട്ട് വരും. ഇത് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഇക്കണോമിക്സ് അറിയാൻ പറ്റും. ഞാനും ദൈവവും ഇപ്പോൾ ഒരു ഉടമ്പടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ എന്തെല്ലാം പ്രശ്നം വന്നാലും തളരത്തില്ല. എന്താ കാര്യം? ഉടമ്പടിയാണ്, ഉടമ്പടിയിലുള്ളതാണ്. അപ്പം നമ്മുടെ മുമ്പിലൂടെ എൻ്റെ മക്കളെ എൻ്റെ ദൈവത്തിൻ്റെ വിഷയത്തിലുള്ള ഉടമ്പടി സിമ്പിളാണ്. അപ്പം നമ്മൾ ദൈവദൃശ്യത്തിൽ ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ദൈവികമായ രീതിയിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ മാനുഷ്യമായിട്ട് രീതിയിലാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ദൈവം ബൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം. പക്ഷേ ദൈവം അതിനെ അഡ്ഹിയർ ചെയ്യത്തില്ല, ദൈവം അതിന് വശംവദനാകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിൽ പല കാര്യങ്ങളും ഉഴപ്പും. നിങ്ങളാണെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം മുമ്പാണെങ്കിലും ഉടമ്പടി ഉണ്ടായ കാലത്ത് ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനും പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവ ആനുകൂല്യങ്ങൾ ദൈവം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് നമുക്ക് തരണത്. അപ്പോൾ ഇത് ഉടമ്പടി വേറെ പ്രത്യക്ഷീകരണം വേറെയല്ല, രണ്ടും ഒന്നാണ്. പ്രത്യക്ഷീകരണത്തിന് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഉടമ്പടി വഴി ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള തനത് അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് പ്രത്യക്ഷീകരണം. അതുകൊണ്ടാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. അവരുടെ വ്യത്യാസം ഉണ്ടാകും ഉടമ്പടിയിൽ. നിങ്ങളുടെ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അത് ഈ ലൂപ്പിങ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷയമുണ്ട്, ഓക്കെ, വീടിന് ലോൺ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ അവർ പുറത്തിറങ്ങണം, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ദാറ്റ് മേ ബി അത്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ബേസിക്കായിട്ട് എന്താണത്? അത് അമ്മയുടെ പ്രത്യക്ഷീകരണം 2004 ഡിസംബർ 7-ാം തീയതി സംഭവിച്ച പ്രത്യക്ഷീകരണം. അത് സഭ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് ഈ ഉടമ്പടിയിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണത്തെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത മാറ്റങ്ങളുണ്ടാകും.
നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടണം എന്നും പറഞ്ഞ് ആ ഒരു വിഷയത്തെയാണ്, വ്യക്തിപരമായ വിഷയത്തെയാണ് മാത്രമാണ് നിങ്ങൾ ലിങ്ക് ചെയ്യണമെന്നെങ്കിൽ ഉടമ്പടി കിതക്കും. നിങ്ങളെന്താ ദൈവത്തോട് പറയേണ്ടത്? ഉടമ്പടി എടുത്തുകൊണ്ട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അതാണ് സംഭവം. അപ്പം നിങ്ങൾ മരം അറിഞ്ഞു വേണം കൊടിയിടാൻ. അപ്പം അതുകൊണ്ട് ഈ കൊടി നശിക്കണമെമ്പോൾ മരം നശിക്കണ മരങ്ങളില്ലേ, അത് അങ്ങനെ ഇടത്തില്ല. അത് കൊടിയുടെ കാലം കഴിഞ്ഞാലും മരം നിൽക്കണ കാണാം. അതിന് മരം അറിഞ്ഞ് കൊടിയിടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. റോസ് ബെന്നിയുടെ കാര്യം ബെന്നി പറയും, എന്ത് ചെയ്യും റോസേ, നമ്മെങ്ങനെ ജീവിക്കും, ഈ മഴയൊക്കെ കണ്ട മഴ മാറുന്ന ലക്ഷണമില്ല എന്നൊക്കെ പറയും. അപ്പോൾ റോസ് പറയും, നമ്മൾ അമ്മയുടെ ഉപ്പല്ലേ കൊണ്ടുവന്ന് ഇട്ടിരിക്കണത്, അപ്പോൾ ഇതൊന്ന് നമുക്ക് തരാതിരിക്കുക, താഴെ പണി ചെയ്യും, കുർബാനെ കൊണ്ട് കാശ് കൊടുത്തിട്ട് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ എന്ത് ഒരു ക്രൈസിസ് ടൈമിൽ വൈഫ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ വൈഫായിട്ട് അങ്ങോട്ട് മാറുകയാണ്. ഇത് അതായത് ഈ ക്രൈസിസ് ടൈമല്ലേ ഇത്. 9 ഏക്കറുണ്ട്, അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കടം മേടിച്ചാലേ വിത്ത് കിട്ടത്തുള്ളൂ വിതക്കാൻ വേണ്ടി. അപ്പോൾ ഈ ന്യൂനമർദ്ദം കയറി തലക്കുമുള്ളിൽ തൂങ്ങുമ്പോൾ എന്താ പറയണത്, താനത് ഒരു കുർബാനക്കൊണ്ട് കാശ് കൊടുക്കുക. കുർബാനക്കൊണ്ട് കാശ് കൊടുക്കാൻ പറയുന്നത് എന്താണ്? പൂർവികർ ഇല്ലേ നമുക്ക്, അവരുടെ സ്വത്താണല്ലോ നമ്മൾ തിന്നണത്. അത് ബോധമുണ്ടാണ് അതിനെക്കുറിച്ച്. ഇനി അപ്പനും തന്നില്ല, അമ്മാമ്മ തന്നില്ല, അപ്പാപ്പൻ തന്നില്ലെന്ന് പറയരുത്. നമ്മുടെ തടി തന്നെ അവർ തന്നതാണ് ഇല്ലേ, ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? അതാണ് പൂർവികരുടെ ഇനി ആത്മകാര്യങ്ങളുടെ കാര്യം ഇപ്പോൾ ചെയ്യാൻ പറയും. അതൊക്കെ ഒരു ജ്ഞാനമല്ലേ ഈ റോസ് പറയണത്. എന്നുവെച്ചാൽ അപ്പൂപ്പന്മാർക്ക് ആർക്കെങ്കിലും ദൈവദൃശ്യൻ്റെ കടമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും എൻ്റെ കൂടെ പള്ളി വാ. അപ്പോൾ ഉടനെ പിന്നെ അവർ വിശ്വാസമുള്ളവർ പിന്നെ അവളുടെ വിശ്വാസം കണ്ടപ്പോൾ ബെന്നിക്കും തോന്നി എന്നാൽ അവളുടെ കൂടെ പള്ളിയിൽ പോകാം, കുർബാനയ്ക്ക് പൈസ കൊടുക്കാം. അങ്ങനെ അവർ കൊടുത്ത് എന്നിട്ട് ബെന്നി രണ്ടാമത് കൊന്ത് ഇതിന് ചുറ്റും. റോസിന് പണ്ടേ ചെയ്തൊരു പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടത്തിൻ്റെ 9 ഏക്കർ അവൾ നടക്കും കൊന്തേലിക്കൊണ്ട്. അത് ഞാറ് ഉണ്ടായ കാലം മുതൽ ചെയ്യണ കാര്യമാണ്. അപ്പം അവരത് ആപ്ലിക്കേഷൻ ചെയ്യണം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കും, ഇത് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നാട്ടുകാരെ കാണിക്കണമെന്ന് ചോദിക്കും. ചില കാര്യങ്ങൾ നാട്ടുകാരെ കാണിക്കണം നമ്മൾ. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, നമുക്ക് മുടക്കമൊന്നുമില്ല. എന്നുവെച്ചാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എന്താ, നമ്മുടെ ആ കസേര വരച്ചിട്ട് അങ്ങോട്ട് കാലം കയറ്റി ഇരുന്നാൽ പോരെ, ഇത് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന ഒരിക്കലും വിജയിക്കത്തില്ല. ഞാനാണ് ദൈവമെങ്കിൽ ആ കസേര വരച്ച് നിങ്ങളുടെ തലക്കെട്ടടിക്കും. എന്താ കാര്യം? നന്ദികേടല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ആരാണെന്ന് പോലും അറിയാൻ പാലാതെ തന്നെ കസേരയ്ക്ക് എഴുന്നിട്ട് മറ്റേ കാലെടുത്ത് ടീപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതാർക്കാ പറ്റാത്തത്? നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തോന്നണ്ടേ, ഇത് പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നണ്ടേ? അത് ഭയങ്കര സീരിയസ് ആയ വിഷയം. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മിണ്ടായിരുന്നാൽ മതി. ഈ ആട് പ്രസവിക്കാൻ കിടക്കണവരെ കിടക്കരുത്. നിങ്ങൾക്ക് ആവതില്ല എന്നൊക്കെ ശരിയാണ്. ആവതില്ലാത്ത ആവതിന് ദൈവത്തിന്, എൻ്റെ മക്കൾ, ഇതിൻ്റെ റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണം. അതാണ് ഒരു പ്രശ്നം. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ വിഷമസന്ധിയിലാകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ജോലിയില്ലാത്തവർ, ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വേറെ കോമ്പറ്റീഷൻ ബേസിൽ വേറെ ആൾക്കാരും കമ്പനികളും ഏജൻസികളും ഒക്കെ പിടിമുറുക്കിയിട്ട് പണിയില്ലാതെ കൂടെ നിൽക്കുന്നവരെ നിലനിർത്താൻ പറ്റാതെ
അവരും വേറെ ചിതറിപ്പോയിട്ട് അകപ്പാട് ഒറ്റപ്പെട്ടു പോയി സങ്കടപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച പ്രാർത്ഥന സമയമാണ്. നിങ്ങൾ ഓർക്കുക, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്കൊരു പരിഹാരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നീ ശ്രദ്ധിച്ച് ഉടമ്പടി ജീവിക്കാൻ നോക്കുക. കർത്താവ് എങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയയിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയിൽ കൂടെ തോറ്റുപോയിട്ട് ഇത് തന്നെയാണോ ഞാൻ പഠിക്കേണ്ടിയിരുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇനി എനിക്ക് പിന്നോട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വഴിമുട്ടി നിൽക്കുന്ന മക്കൾ പുതിയ വഴി അവർക്ക് തെളിച്ചു കൊടുക്കുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അത് വീട്ടിലെ പ്രയാസങ്ങളുണ്ട്. പലതരത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ പ്രയാസങ്ങളുണ്ട്. വീട് മൊത്തം പ്രശ്നമാണ്. വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല. വല്ലയിടവും പോയി ഒളിച്ചു പോയാലാൻ തോന്നിപ്പോകുന്ന രീതിയിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ കർത്താവെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചെറിയ കടകളുണ്ട്, ജീവിത മാർഗങ്ങളുണ്ട്, അതും അടഞ്ഞു വരുന്ന ലക്ഷണമാണ്. കടക്കാരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. ചോദിക്കുമ്പോൾ പരിഭവമാണ്. ഇനി ഞാൻ എന്തെടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുമെന്നറിയാതെ വേദനിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടിൻ്റെ വഴിയില്ലാത്തവർ, വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, എല്ലാവരുടെ പേരും കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തരിക്കട്ടെ. ശ്രുതികട്ടെ. എൻ്റെ മക്കളെ, വളരെ ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി 1000 പേര് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന സ്വർഗീയമായ നിമിഷമാണ്. ഒരൊത്തിയും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു പുതിയ വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം. ചിലർക്ക് ജീവിത പങ്കാളി കിട്ടണില്ല. 45 വയസ്സായി, ജീവിത പങ്കാളി കിട്ടണില്ല. ഇനി കിട്ടുമോ എന്നറിയാൻ പറ്റാത്ത ആശങ്കയാണ്. അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല. അവിടെ ജീവിതം ആകപ്പാടെ തകരുകയാണ്. കുത്തഴിഞ്ഞ പുസ്തകം പോലെ കിടക്കും. തുന്നിക്കൂട്ടാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, ചെയ്തുകൊണ്ടിരുന്ന രഹസ്യമായ കാര്യങ്ങളെല്ലാം പരസ്യമായി പോയത് കാരണം പലതരത്തിൽ എപ്പോഴും കുത്തും നോടും മേടിച്ച് എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താൻ മതിയെന്ന് തോന്നുന്ന രീതിയിൽ മാനസിക ഭാരമുള്ളവരെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേ നിൽക്കുക. ഇപ്പോഴും മൗനമായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവർ പ്രത്യേകിച്ച്.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാ